നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ മെസ്സേജ് ഹെർമെറ്റിന്റെ എനർജിയാണ്. ഇന്നർ റിഫ്ലക്ഷനെയാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ തനിച്ചായതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു. അവിടെ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റമാണ് കാണിക്കുന്നത്. സോൾ സെർച്ചിങ്ങിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് പറയുന്നു. ഇവിടെ നിങ്ങളുടെ ജീവിതം പ്രോഗ്രസ്സിൽ എത്തിക്കാനായിട്ട് യൂണിവേഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഗുരു എന്ന് പറയുന്നു. നിങ്ങളുടെ മനസ്സ് പറയുന്നതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. 2 ഓഫ് പെന്റക്കിൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ബാലൻസ് വരികയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തുകയാണ്. ഫിനാൻഷ്യൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് സക്സസ് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ബാലൻസ്, ഇക്വിലിബ്രിയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം നിങ്ങളിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജി പറയുന്നത് നിങ്ങളിലേക്ക് ഒരു മാറ്റമാണ്. നിങ്ങൾ ആഗ്രഹിച്ച നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. ട്രാൻസിഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളെ ബാഡ് കർമ്മ എൻഡ് ആയിക്കൊണ്ട് നിങ്ങളിലേക്ക് ഗുഡ് കർമ്മ എന്നാണ് പറയുന്നത്. 7 ഓഫ് പെന്റക്കിൾ നിങ്ങളിലേക്ക് തുടക്കത്തെയാണ് കാണിക്കുന്നത്. ഏർണിങ്സിനെയാണ് കാണിക്കുന്നത്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്, ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഹാർവസ്റ്റ് എന്നാണ്. യൂണിവേഴ്സിനോട് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് വരുന്ന നേട്ടങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ്. എനിക്ക് തന്നിട്ടുള്ള എബണ്ടൻസിന് ഞാൻ താങ്ക് യു പറയുന്നു. അങ്ങനെയെങ്കിൽ സൺ കാർഡ് പറയുന്നത് കംപ്ലീഷനെയാണ്. നിങ്ങളിലേക്ക് വരുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച സക്സസ് ആണ്, നിങ്ങൾ ആഗ്രഹിച്ച നേട്ടമാണ്, പോസിറ്റീവ് എനർജിയാണ്, ഗുഡ് ന്യൂസ് ആണ്. നിങ്ങളിലേക്ക് വരുന്ന സക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതവും അതോടൊപ്പം നിങ്ങൾക്ക് കിട്ടുകയാണ്. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന റൊമാൻറ്റിക് ഫീലിങ്സിനെ പാഷനേറ്റ് സോൾ ആണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെ ഇവിടെ കാണിക്കുന്നു. സീക്കിംഗ് കണക്ഷൻ ആണ് അവർ ആഗ്രഹിക്കുന്നത്. എന്താണോ നിങ്ങൾക്ക് ആവശ്യം അത് നേടിയെടുക്കാനായിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എല്ലാം സാധ്യമാകും എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. പ്രപഞ്ചം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൽ ട്രസ്റ്റ് ചെയ്യുക.